വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികളെ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നോക്കാം. 2026 ജനുവരി ലക്കം മാസികയിലെ സച്ചിന്ത എന്ന പങ്ക്തിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത്. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ ചോദ്യങ്ങളുടെ ഉത്തരം അടങ്ങുന്ന പങ്ക്തിയാണ് സച്ചിന്ത. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അതിഥികളെ സൽക്കരിച്ചാൽ പുണ്യം കിട്ടുമോ? ചോദ്യം: വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിച്ചാൽ പുണ്യം കിട്ടുമോ? അതിഥികൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ വരുന്ന എല്ലാവരും ഉൾപ്പെടുമോ? ഇനി ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കുക എന്നത് ഏതൊരു ഗൃഹസ്ഥനും പണ്ടുകാലം മുതൽക്കേ ചെയ്യുന്ന ഒരു സാമാന്യ മര്യാദാകർമ്മമാണ്. മനുഷ്യത്വമുള്ളവർ വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാതിരിക്കില്ല. ഇരിക്കാൻ ഇടം കൊടുക്കുക, വെള്ളം, ഭക്ഷണം എന്നിവ നൽകുകയൊക്കെ സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. പക്ഷേ ചോദ്യകർത്താവ് ഇവിടെ ഉദ്ദേശിച്ചത് പുണ്യമായി തീരുന്ന അതിഥിപൂജയെക്കുറിച്ചാണെന്ന് തോന്നുന്നു. അതായത് അതിഥിയജ്ഞം. നിത്യവും ഒരു ധർമ്മിഷ്ഠനായ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന പഞ്ചമഹായജ്ഞങ്ങളിൽ പ്രധാനമാണ് അതിഥിയജ്ഞം. അതിഥിയജ്ഞം അനുഷ്ഠിക്കുന്ന പുമാന് പുണ്യം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ ബന്ധുക്കളെ സൽക്കരിക്കുക, വീട്ടിൽ വരുന്ന വിരുന്നുകാരെ സൽക്കരിക്കുക എന്നിവയൊന്നും അതിഥിയജ്ഞത്തിൽ പെടില്ല. അതിഥിയജ്ഞം ചെയ്യാൻ യോഗ്യനായ അതിഥി ആരെന്ന് വ്യക്തമായ നിർവചനമുണ്ട്. ജ്ഞാനിയും ജിതേന്ദ്രിയനും പരോപകാരിയും നിസ്വാർത്ഥനും ധർമ്മിഷ്ഠനുമായ വ്യക്തിയെ സൽക്കരിച്ച് പൂജിക്കുന്നതാണ് ശരിയായ അതിഥിയജ്ഞം. അതിന് തിഥി അഥവാ തീയതി നോക്കേണ്ടതില്ല. അത്തരം മഹത് വ്യക്തികളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി സൽക്കാരം ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. അവരുടെ ഹിതം നോക്കി ഇഷ്ടമുള്ള ആഹാരം കൊടുത്തും വിശ്രമിക്കാൻ സൗകര്യമിണക്കിയും അതിഥിയജ്ഞം ചെയ്യാം. അതുപക്ഷേ പുണ്യം മോഹിച്ചുകൊണ്ടാവരുത്. സഹജമായ താല്പര്യത്തോടെ, വിശ്വാസത്തോടെ, ഭക്തിയോടെ അനുഷ്ഠിക്കേണ്ട യജ്ഞകർമ്മമാണത്. അതിഥിയജ്ഞത്തിന് തിഥി നോക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം, യോഗ്യനായ അതിഥിയെ എവിടെ വെച്ച് കിട്ടുന്നുവോ അപ്പോൾ തന്നെ ചെയ്യേണ്ടതാണ് അതിഥിയജ്ഞം. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമുക്ക് അതിഥിയെ ലഭിക്കുകയുമില്ല. അതിനാൽ കിട്ടുന്ന ദിവസം, കിട്ടുന്ന സമയം ചെയ്യേണ്ടുന്ന യജ്ഞമാണ് അതിഥിയജ്ഞം. അത് വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനും ശ്രേയസ്കരമായി തീരും. ദേഹശുദ്ധി വരുത്തുക, പൂജ ചെയ്യുക, അന്നം നൽകുക എന്നിവയാണ് അതിഥിയജ്ഞത്തിൽ വരുന്ന കർമ്മങ്ങൾ. ഇതോടെ ഇന്നത്തെ സച്ചിന്ത പൂർണ്ണമാകുന്നു. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക വായിക്കാം, വരിക്കാരാകാം. വരിക്കാരാകാൻ 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 6282319294. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക ഓൺലൈനായും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തയാഴ്ച പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.